അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായാണ് CPM സഹകരിച്ചത് എന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു. RSSുമായി എപ്പോഴും യോജിക്കാവുന്ന അവസ്ഥയാണ് CPMന് എന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികരിച്ചു. ഇതവര് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് മുൻപൊക്കെ. അപ്പോൾ ഇനിയും അത്തരം സഖ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ 100% ഉണ്ട്. ആ സാധ്യതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും 1977 ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ അവർ ഒരുമിച്ച്, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. RSS ജനതാ പാർട്ടി പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് RSSന്റെ വോട്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു. ആ ഘട്ടത്തിലാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന വരുന്നത്, RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. കാലങ്ങൾ എത്രയോ മാറി, സാഹചര്യങ്ങൾ മാറി. അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് അവർ സഹകരിച്ചില്ലേ? അപ്പോൾ എന്താ പറയാൻ പറ്റത്തില്ല. ആര്യാടൻ മുഹമ്മദ് എങ്ങനെ ജയിച്ച ഇവിടെ? ആര്യാടൻ മുഹമ്മദ് ഇവിടെ ജയിച്ച് മന്ത്രിയായില്ലേ? അത് കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചുകൊണ്ടല്ലേ? അതെന്താ അവർ കാണാത്തത്? അടിയന്തരാവസ്ഥയെ എതിർത്ത് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു. അക്കൂട്ടത്തിൽ CPM ഒന്നിച്ചു കാണും. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ജയിലിൽ പോയതും RSSും BJPയും അങ്ങനെയുള്ള